ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേൺ ടിപ്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കെമിസ്ട്രിയിൽ നമ്മൾ +2 പോർഷനിലെ ചാപ്റ്റർ 2 സൊല്യൂഷൻസ് ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ സോളിബിലിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക്കായിരുന്നു. അതിൽ തന്നെ സോളിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻസിൽ എങ്ങനെയാണ് ടെമ്പറേച്ചറും പ്രഷറും മാറുമ്പം ആ സൊല്യൂഷനെ അഫക്റ്റ് ചെയ്തെന്നായിരുന്നു നോക്കിയത്. ഇന്ന് നമ്മൾ നോക്കാൻ പറഞ്ഞത് ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻസിൽ എങ്ങനെയാണ് ടെമ്പറേച്ചർ പ്രഷറൊക്കെ മാറുന്നതനുസരിച്ച് അതിൻ്റെ സോളിബിലിറ്റി മാറുന്നതെന്നാണ്. അപ്പം നമുക്ക് ആദ്യം അത് നോക്കാം. സോളിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ്. ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷനിൽ സോളിബിലിറ്റി എങ്ങനെയാണ് ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ചും പ്രഷർ മാറുന്നതനുസരിച്ചും ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. Many gases dissolve in water. Oxygen dissolve only to a small extent in water. ഒരുപാട് ഗ്യാസസ് എന്ത് ചെയ്യും, വെള്ളത്തിൽ ഡിസോൾവ് ആവാറുണ്ട്. ഓക്സിജൻ പക്ഷേ ഡിസോൾവ് ആവുന്നത് വളരെ ചെറിയ എമൗണ്ടിൽ മാത്രമേ, ചെറിയ തോതിൽ മാത്രമേ ഓക്സിജൻ വെള്ളത്തിൽ ഡിസോൾവ് ആവാറുള്ളൂ. ഇറ്റ് ഈസ് ദിസ് ഡിസോൾവ്ഡ് ഓക്സിജൻ വിച്ച് സസ്റ്റെയിൻ ഓൾ അക്വാട്ടിക് ലൈഫ്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവരും ഓർക്കും, നമ്മളൊക്കെ എന്തോർക്കും, വെള്ളത്തിൽ ഒരുപാട് അക്വാട്ടിക് ലൈഫ് ഉള്ളതുകൊണ്ട് നമ്മളോർക്കും വെള്ളത്തിൽ ഓക്സിജൻ്റെ കണ്ടൻറ്റ് വളരെ കൂടുതലാണെന്ന്. പക്ഷേ ആക്ച്വലി അങ്ങനെയല്ല. ഓക്സിജൻ്റെ ഡിസോൾവ്ഡ് ഓക്സിജൻ വളരെ കുറവാണ്. പക്ഷേ ആ ഡിസോൾവ്ഡ് ഓക്സിജനാണ് ഇത്രയും ലൈഫിനെ സസ്റ്റെയിൻ ചെയ്യുന്നതെന്ന് ഓർത്താൽ മതി. On the other hand, hydrogen chloride gas is highly soluble in water. ഓക്സിജൻ വളരെ സ്മോൾ എക്സ്റ്റെൻറ്റിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഹൈഡ്രജൻ ക്ലോറൈഡ് ആണെങ്കിലോ നന്നായിട്ട് വാട്ടറിൽ ഡിസോൾവ് ആകും. സോളിബിലിറ്റി ഓഫ് ഗ്യാസസ് ഇൻ ലിക്വിഡ് ഈസ് ഗ്രേറ്റ്ലി അഫക്റ്റഡ് ബൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷനിലെ സോളിബിലിറ്റിനെ ആരൊക്കെ അഫക്റ്റ് ചെയ്യാറുണ്ട്? നന്നായിട്ട് ടെമ്പറേച്ചർ ആണെങ്കിലും പ്രഷർ ആണെങ്കിലും നന്നായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോളിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ടെമ്പറേച്ചർ അഫക്റ്റ് ചെയ്യും, പക്ഷെ പ്രഷർ അഫക്റ്റ് ചെയ്യത്തില്ല. കാരണം സോളിഡ് ആണെങ്കിലും ലിക്വിഡ് ആണെങ്കിലും കംപ്രസിബിലിറ്റി കുറവായതുകൊണ്ട് പ്രഷറിന് അവിടെ വലിയ റോളില്ല. പക്ഷേ ഗ്യാസിൻ്റെ കേസ് വരുമ്പോഴത്തേക്ക് പ്രഷറും ടെമ്പറേച്ചറും ഒരുപോലെ തന്നെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, ആദ്യം നമ്മൾ നോക്കുന്നത് പ്രഷർ മാറുന്നതനുസരിച്ചിട്ട് എങ്ങനെയാണ് ഗ്യാസിൻ്റെ സോളിബിലിറ്റി മാറുന്നതെന്നൊരു സൊല്യൂഷനിൽ. ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ പറയുന്നുണ്ട്, ദ സോളിബിലിറ്റി ഓഫ് എ ഗ്യാസസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് പ്രഷർ. പ്രഷർ കൂടുന്നതനുസരിച്ചിട്ട് ഗ്യാസിൻ്റെ സോളിബിലിറ്റിയും കൂടും. എങ്ങനെയാണെന്ന് ഓർത്തേ, നമുക്കറിയാം ഗ്യാസ് പാർട്ടിക്കിൾസ് അങ്ങ് ദൂരെയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ദൂരെയായിട്ട് നിൽക്കുന്നവർ നമ്മൾ പ്രഷർ കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഇവർ അടുത്തടുത്ത് വരും. അടുത്തടുത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് മിക്സ് ചെയ്യാനും കുറച്ചും കൂടെ ഈസിയാണ്. അപ്പം അതെങ്ങനെയാണെന്ന് കുറച്ചും കൂടി നിങ്ങൾക്ക് ആ താഴെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിളിൽ നിന്ന് മനസ്സിലാകും. ഫോർ സൊല്യൂഷൻ ഓഫ് എ ഗ്യാസസ് ഇൻ എ ലിക്വിഡ് ഇൻ എ സോൾവെൻറ്റ്, ഒരു സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്ന ഒരു ഗ്യാസ് ഫിഗർ 2.1 കാണിച്ചിരിക്കുന്ന പോലെയാണെന്ന് അസ്യൂം ചെയ്യുക. അതായത് ഈ പിക്ചർ നോക്കാമെങ്കിൽ കാണാം, ഇത് സൊല്യൂഷൻ, മുകൾ ഭാഗം ഗ്യാസ്. അതായത് ഇവിടെ രണ്ടും ഉണ്ട്, ഗ്യാസും ഉണ്ട് സോൾവെൻറ്റും ഉണ്ട്. ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ചില ടെക്സ്റ്റിൽ കളറില്ല. അപ്പം നിങ്ങൾ ഓർക്കുക, താഴ്ഭാഗം സൊല്യൂഷനാണ് കാണിച്ചിരിക്കുന്നത്, മുകൾ ഭാഗം ഗ്യാസും, പ്യുവറായിട്ടുള്ള ഗ്യാസ് മാത്രമുള്ളതാണ് കാണിച്ചിരിക്കുന്നതെന്ന് ഓർക്കാം. ദ ലോവർ പാർട്ട് ഈസ് സൊല്യൂഷൻ, ഇപ്പോൾ പറഞ്ഞത് സൊല്യൂഷനാണ്. ആൻഡ് അപ്പർ പാർട്ട് ഈസ് ഗേഷ്യസ് സിസ്റ്റം. മറ്റേ പ്രഷർ പി ആൻഡ് ടെമ്പറേച്ചർ, പ്രഷർ പിയും ടെമ്പറേച്ചർ ടിയിലും ഇവർ അങ്ങനെയാണ് ഇരിക്കുന്നത്. അസ്യൂം ദിസ് സിസ്റ്റം ടു ബി ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഡൈനമിക് ഇക്വിലിബ്രിയം. പിന്നെ നിങ്ങൾ അസ്യൂം ചെയ്യേണ്ട കാര്യം എന്താ? ഇതൊരു ഡൈനമിക് ഇക്വിലിബ്രിയത്തിലാണ്. ഡൈനമിക് ഇക്വിലിബ്രിയത്തിൽ ഈ സിസ്റ്റത്തിനെ ബേസ് ചെയ്ത് ഡൈനമിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് എന്താ? അണ്ടർ ദീസ് കണ്ടീഷൻ റേറ്റ് ഓഫ് ഗേഷ്യസ് പാർട്ടിക്കിൾസ് എൻറ്ററിങ് ആൻഡ് ലീവിങ് ദി സൊല്യൂഷൻ ഫേസ് ഈസ് ദ സെയിം. അതായത് ഇവിടുത്തെ ഡൈനമിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഈ സൊല്യൂഷനിലേക്ക് വരുന്ന ഗേഷ്യസ് പാർട്ടിക്കിളും ഇവിടെ ഒന്ന് ഇറങ്ങിപ്പോകുന്ന ഗേഷ്യസ് പാർട്ടിക്കിളിൻ്റെ നമ്പർ എന്താണ്? സെയിം ആണ്. അതായത് ഡൈനമിക് ഇക്വിലിബ്രിയത്തിലാണ് ഈ സിസ്റ്റം. നൗ ഇൻക്രീസ് ദ പ്രഷർ ഓവർ ദ സൊല്യൂഷൻ ഫേസ് ബൈ കംപ്രസിങ് ദ ഗ്യാസ് ടു എ സ്മോളർ വോളിയം. സൊല്യൂഷൻ ഫേസിൻ്റെ പ്രഷർ കൂട്ടുക. എങ്ങനെയാണ്? ഗ്യാസിനെ കംപ്രസ് ചെയ്തുകൊണ്ട്. ഫിഗർ 2.1 ബി നോക്കാമെങ്കിൽ കാണാം.
ഈ ബി നോക്കാമെങ്കിൽ നിങ്ങൾക്ക് കാണാം എന്താ സംഭവിച്ചിരിക്കുന്നത്. ഈ പിസ്റ്റൺ എയിൽ ഇടുന്ന പിസ്റ്റണിനേക്കാളും കുറച്ചും കൂടെ താഴെയായി. അതായത് നമ്മളിവിടെ എന്ത് കൊടുത്തു, പ്രഷർ കൊടുത്തപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചെന്ന് നോക്കിക്കേ. ഇപ്പം ഇതൊരു യൂണിറ്റ് വോളിയം, ഇതൊരു യൂണിറ്റ് വോളിയം. നിങ്ങൾ നോക്കാമെങ്കിൽ തന്നെ കാണാം ഈ ഒരു സൊല്യൂഷൻ്റെ മുകളിലുള്ള ഗ്യാഷ്യസ് പാർട്ടിക്കിൾസ് ആ യൂണിറ്റ് വോളിയത്തിൽ എണ്ണം ഒന്ന് നോക്കിക്കേ. എയിലാണെങ്കിൽ ജസ്റ്റ് 3 എണ്ണേ വന്നിട്ടുള്ളൂ. പക്ഷേ ബിയുടെ കേസ് എടുത്തേ, പ്രഷർ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കിക്കേ ആ ഒരു ഭാഗത്ത് ഇവിടെ കണ്ടോ, അതിൻ്റെ ഉള്ളിൽ ആ ഒരു യൂണിറ്റ് വോളിയത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് ഗ്യാഷ്യസ് പാർട്ടിക്കിൾസ് വന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്തു, ഗ്യാഷ്യസ് പാർട്ടിക്കിൾ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത്, സൊല്യൂഷൻ്റെ മുകളിൽ വന്ന് ഗ്യാഷ്യസ് പാർട്ടിക്കിൾ സ്ട്രൈക്ക് ചെയ്യുന്നത് ഇവിടെ ഇൻക്രീസായി. ഇവിടെ പക്ഷേ അത്രയും, എയിൽ പക്ഷെ അത്രയും ഇല്ല. അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. പ്രഷർ കൊടുത്തപ്പോൾ എന്ത് ചെയ്തു, ദിസ് വിൽ ഇൻക്രീസ് ദ നമ്പർ ഓഫ് ഗ്യാഷ്യസ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് വോളിയം. ഇപ്പം ഞാൻ കാണിച്ചില്ലേ, യൂണിറ്റ് വോളിയത്തിലുള്ള ഗ്യാഷ്യസ് പാർട്ടിക്കിൾസിൻ്റെ എണ്ണവും കൂടി സൊല്യൂഷൻ്റെ മുകളിൽ, അതുപോലെ തന്നെ ഗ്യാഷ്യസ് പാർട്ടിക്കിൾസ് സൊല്യൂഷൻ്റെ സർഫസിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ വന്ന് ഇടിച്ചിടിച്ച് നിൽക്കുന്നതും എണ്ണത്തിൽ കൂടി. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്തു, സോളിബിലിറ്റി, ഗ്യാസ് സൊല്യൂഷനിലേക്ക് കടക്കുന്നത് ഇൻക്രീസായി അല്ലേ. ഗ്യാസ് സൊല്യൂഷനിലേക്ക് കടക്കുന്നത് ഇൻക്രീസായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, അത് സോളിബിലിറ്റി ഇൻക്രീസ് ചെയ്തെന്ന്, അല്ലെങ്കിൽ ഗ്യാസിന് സൊല്യൂഷനിലേക്ക് ഡിസോൾവ് ആവാൻ കുറച്ചും കൂടെ എന്തായി, അവർ ഡിസോൾവ് ആകാൻ തുടങ്ങിയെന്നാണ്. അതായത് സോളിബിലിറ്റി അവിടെ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ എന്താ, പ്രഷർ ഇൻക്രീസ് ചെയ്തപ്പം എന്ത് സംഭവിച്ചു, സോളിബിലിറ്റി ഇൻക്രീസ് ചെയ്തു. ഒരു ഗ്യാസിൻ്റെ സോളിബിലിറ്റി ഇൻക്രീസ് ചെയ്തു. എങ്ങനെ ഇൻക്രീസ് ചെയ്ത്, ദൂരെ നിന്ന് ഈ ഒരു പിക്ചറിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. എന്ത് ചെയ്തു, ദൂരെ നിന്ന് ഗ്യാഷ്യസ് പാർട്ടിക്കിൾസൊക്കെ നമ്മൾ പ്രഷർ കൊടുത്തപ്പോൾ അടുത്ത് വന്നപ്പോഴത്തേക്ക് സൊല്യൂഷൻ്റെ ഉള്ളിലേക്ക് കയറുന്ന എണ്ണം ഒത്തിരി ഇൻക്രീസ് ആയി. അതായത് സോളിബിലിറ്റി ഇൻക്രീസ് ആയെന്ന്. അപ്പോൾ ഈ ഒരു പിക്ചർ ഓർത്താൽ തന്നെ പ്രഷർ എങ്ങനെയാണ് ഗ്യാസിൻ്റെ സോളിബിലിറ്റി അഫക്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാകും. Henry was the first to give a quantitative relation between pressure and solubility of a gas in a solvent, which is known as Henry's law. ആദ്യമായിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് മെഷർ ചെയ്യാൻ പാകത്തിന് ഇവരുടെ ഒരു റിലേഷൻ, സോളിബിലിറ്റി ഓഫ് ഗ്യാസും അതുപോലെ തന്നെ പ്രഷറും തമ്മിലുള്ള റിലേഷൻ തന്നത് ആരാണ്, ഹെൻറിയാണ്. HENRY, ഹെൻറി. അതിന് നമ്മൾ ഹെൻറീസ് ലോ എന്നാണ് പറയുന്നത്. The law states that at a constant temperature, the solubility of a gas in a liquid is directly proportional to the partial pressure of the gas present above the surface of liquid or solution. ഈ ഒരു ലോ പറയുന്നത് എന്താ, അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പം സോളിബിലിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, സോളിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് പ്രസൻറ്റ് അബൌവ് ദി സർഫസ് ഓഫ് ലിക്വിഡ് ഓർ സൊല്യൂഷൻ. സൊല്യൂഷൻ്റെയോ ലിക്വിഡിൻ്റെയോ മുകളിലുള്ള ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷറിനെ അനുസരിച്ചിരിക്കും സോളിബിലിറ്റി. പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ. പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ പ്രഷർ എക്സൈറ്റഡ് ബൈ ഇൻഡിവിജ്വൽ ഗ്യാസ് ഇൻ എ മിക്സ്ചർ. അതായത് ഒരു മിക്സ്ചറിൽ കുറേ ഗ്യാസസ് ഉണ്ടെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ ഗ്യാസ് മോളിക്യൂൾസും എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് പാർഷ്യൽ പ്രഷർ. അപ്പം കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിന് ഒരു മാറ്റം ഇല്ലെങ്കിൽ സോളിബിലിറ്റി എന്തിനെ ആശ്രയിച്ചിരിക്കും, ആ സൊല്യൂഷൻ്റെ മുകളിലോ അല്ലെ ലിക്വിഡിൻ്റെ മുകളിലോ ഉള്ള ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷറിനെ അനുസരിച്ചിരിക്കും. അതായത് പാർഷ്യൽ പ്രഷർ ഇൻക്രീസ് ചെയ്താൽ സോളിബിലിറ്റി ഇൻക്രീസ് ചെയ്യും, പാർഷ്യൽ പ്രഷർ കുറവാണെങ്കിൽ സോളിബിലിറ്റിയും കുറയും. Dalton, a contemporary of Henry, also concluded independently that the solubility of a gas in a liquid solution is a function of partial pressure of the gas. ഹെൻറിയുടെ ഒപ്പം തന്നെ ജീവിച്ച് ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നായിരുന്നു ഡാൾട്ടണും എന്തോ ആണ് കൺക്ലൂഡ് ചെയ്തത്,
പുള്ളിയും ഈ ഒരു നിഗമനത്തിൽ തന്നെ എത്തിയായിരുന്നു. എന്താ, ഒരു ഗ്യാസിൻ്റെ സോളിബിലിറ്റി എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? അതിൻ്റെ ഇറ്റ്സ് എ ഫങ്ഷൻ ഓഫ് പാർഷ്യൽ പ്രഷർ ഓഫ് ദി ഗ്യാസ്. അതായത് ബാഹ്യ പ്രഷർ കൂടുമ്പോൾ സോളിബിലിറ്റി കൂടും, ബാഹ്യ പ്രഷർ കുറഞ്ഞാൽ സോളിബിലിറ്റി കുറയും. ബാഹ്യ പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് സോളിബിലിറ്റി എന്നാണ് ഡാൽട്ടണും പറഞ്ഞത്. If we use the mole fraction of a gas in the solution as a measure of its solubility, ഇപ്പം നമ്മൾ ചിന്തിക്കുക എന്താ, മോൾ ഫ്രാക്ഷൻ ആണ് ഒരു സോളിബിലിറ്റിയുടെ മെഷർ എന്ന് വിചാരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സോളിബിലിറ്റി എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ ആണെന്ന് വിചാരിക്കുകയാണെങ്കിൽ, ദെൻ ഇറ്റ് ക്യാൻ ബി സെഡ്, നമുക്ക് എങ്ങനെ പറയാം, മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഗ്യാസ് ഇൻ ദ സൊല്യൂഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ്. കാരണം സോളിബിലിറ്റിയെ നമ്മൾ മോൾ ഫ്രാക്ഷനായിട്ട് കരുതി. അങ്ങനെയാണെങ്കിൽ മോൾ ഫ്രാക്ഷൻ എന്തിന് പ്രൊപ്പോർഷണലാ? ആ ഗ്യാസിൻ്റെ അല്ലെങ്കിൽ പാർഷ്യൽ പ്രഷറിന് പ്രൊപ്പോർഷണലാണെന്ന്, ആ സൊല്യൂഷൻ്റെ മുകളിലുള്ള പാർഷ്യൽ പ്രഷറിന് പ്രൊപ്പോർഷണലാണെന്നാണ് പറയുന്നത്. മോൾ ഫ്രാക്ഷനൊക്കെ എന്താണെന്ന് അറിയാമല്ലോ. മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പോണൻറ്റ് ഒരു മിക്സ്ചറിനകത്ത് ഡിസോൾവ് ആയിട്ടുണ്ടെങ്കിൽ ഓരോ കമ്പോണൻറ്റിൻ്റെയും കോൺസെൻട്രേഷൻ നമ്മൾ അറിയാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ആ സൊല്യൂഷൻ്റെ ആസ് എ ഹോൾ ആ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ അറിയാൻ വേണ്ടിയാണ് മോൾ ഫ്രാക്ഷൻ. അപ്പം ഇവിടെ എന്തുവാ പറഞ്ഞിരിക്കുന്നത്? മോൾ ഫ്രാക്ഷൻ ആണ് നമ്മൾ സോളിബിലിറ്റി ആയിട്ട് എടുത്താൽ. അങ്ങനെയാണെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താ, മോൾ ഫ്രാക്ഷൻ പ്രൊപ്പോർഷണൽ ടു പാർഷ്യൽ പ്രഷർ. ഇത്രയും നേരം നമ്മൾ സോളിബിലിറ്റി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സോളിബിലിറ്റിക്ക് പകരമാണ് നമ്മൾ എന്തെടുത്തത്, മോൾ ഫ്രാക്ഷനായിട്ട് കൺസിഡർ ചെയ്യുക. ഒരു സൊല്യൂഷൻ്റെ സോളിബിലിറ്റിനെ മോൾ ഫ്രാക്ഷനായിട്ടാണ് പറയുന്നതെങ്കിൽ എന്തായി, മോൾ ഫ്രാക്ഷൻ പ്രൊപ്പോർഷണൽ ടു പാർഷ്യൽ പ്രഷർ. ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫോം ഓഫ് ഹെൻറി ലോ സ്റ്റേറ്റ്സ് ദാറ്റ്, മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഹെൻറീസ് ലോ പറയുന്നത് എന്താ, ദ പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഇൻ വേപ്പർ ഫേസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ദി ഗ്യാസ് ഇൻ ദ സൊല്യൂഷൻ. എന്താ പറഞ്ഞിരിക്കുന്നത്? പാർഷ്യൽ പ്രഷർ ഓഫ് ദി ഗ്യാസ് ഇൻ വേപ്പർ ഫേസ്, വേപ്പർ ഫേസിലുള്ള ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷർ എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ഒരു സൊല്യൂഷനുള്ള ഗ്യാസിൻ്റെ മോൾ ഫ്രാക്ഷനിലെ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് ഓർക്കണം. വേപ്പർ ഫേസിലുള്ള ഒരു ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷർ വേപ്പർ ഫേസിലിരിക്കുന്ന ഒരു ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ദി ഗ്യാസ് ഇൻ സൊല്യൂഷൻ. സൊല്യൂഷനിലുള്ള ഒരു ഗ്യാസിൻ്റെ മോൾ ഫ്രാക്ഷന് പ്രൊപ്പോർഷണലാണ് ഗ്യാസ് ഇൻ സൊല്യൂഷൻ. ആൻഡ് ഈസ് എക്സ്പ്രസ്ഡ് ആസ്, എന്നിട്ട് അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? പാർഷ്യൽ പ്രഷർ ഈസ് ഈക്വൽ ടു KH ഇൻറ്റു കൈ എന്ന് പറയുന്നതാണ് മോൾ ഫ്രാക്ഷൻ. നമുക്ക് അറിയാം ഒരു പാർഷ്യൽ പ്രഷർ പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ആണ്. ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഇട്ട്, ഈക്വൽ ഇട്ടിട്ട് ഒരു കോൺസ്റ്റൻറ്റിനെ കൊണ്ടുവന്നു, KH കോൺസ്റ്റൻറ്റ്, പിന്നെ കൈ അതുപോലെ. മോൾ ഫ്രാക്ഷനെ ഡിനോട്ട് ചെയ്തതാണ് കൈ വെച്ചിട്ട്. KH എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇതാണ് ഹെൻറീസ് ലോയുടെ ഇക്വേഷൻ, അല്ലെങ്കിൽ ഹെൻറീസ് ലോ, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഹെൻറീസ് ലോ പറയുന്നത്, ഹിയർ KH ഈസ് ദ ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ്. അപ്പം KH എന്താ, ഹെൻറീസ് ലോ കോൺസ്റ്റൻ്റ് ആണ്. ഇഫ് യു ഡ്രോ എ ഗ്രാഫ് ബിറ്റ്വീൻ പാർഷ്യൽ പ്രഷർ ഓഫ് ദി ഗ്യാസ് വേഴ്സസ് മോൾ ഫ്രാക്ഷൻ ഓഫ് ദി ഗ്യാസ് ഇൻ സൊല്യൂഷൻ, ദെൻ വി ഷുഡ് ഗെറ്റ് എ പ്ലോട്ട് ഓഫ് ദി ടൈപ്പ് ഇൻ ഫിഗർ 2.2. അതായത് നമ്മൾ മോൾ ഫ്രാക്ഷനും പാർഷ്യൽ പ്രഷറും HClൻ്റെ കേസിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ നമുക്കറിയാം ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ. അതായത് പാർഷ്യൽ പ്രഷർ കൂടുന്നതനുസരിച്ചിട്ട് സോലിബിലിറ്റി അല്ലെങ്കിൽ മോൾ ഫ്രാക്ഷനും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓർക്കേണ്ട കാര്യം എന്താ, പാർഷ്യൽ പ്രഷർ വേപ്പർ ഫേസിലുള്ള ഗ്യാസിൻ്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഒരു സൊല്യൂഷൻ്റെ അകത്തുള്ള HCl സൈക്ലോഹെക്സൈനിൽ മിക്സ് ആയിട്ടിരിക്കുന്ന സൊല്യൂഷനാണ്. അപ്പം സൊല്യൂഷൻ്റെ ഉള്ളിലെ ഗ്യാസിൻ്റെ കാര്യമാണ് മോൾ ഫ്രാക്ഷൻ പറയുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസ് ഇൻ വേപ്പർ ഫേസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു
മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്യാസ് ഇൻ സൊല്യൂഷൻ. പറഞ്ഞിരിക്കുന്നത് എന്താ, ഡിഫറെൻറ്റ് ഗ്യാസസ് ഹാവ് ഡിഫറെൻറ്റ് KH വാല്യൂസ് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ. അതായത് പല ഗ്യാസസിനും പല KH വാല്യൂ ആണ് സെയിം ടെമ്പറേച്ചർ ആണെങ്കിൽ ഇപ്പം 273 കെൽവിനാന്ന് വെച്ചാൽ 273 കെൽവിനിൽ തന്നെ ഓക്സിജന് വേറെ ആയിരിക്കും KH വാല്യൂ, അതുപോലെ നൈട്രജന് വേറെ ആയിരിക്കും KH വാല്യൂ. അപ്പം അതങ്ങനെ മാറും. ദിസ് സജസ്റ്റ് ദാറ്റ് KH ഈസ് എ ഫങ്ഷൻ ഓഫ് നേച്ചർ ഓഫ് ദി ഗ്യാസ്. അപ്പം അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഗ്യാസിൻ്റെ പ്രകൃതം അനുസരിച്ചിട്ടാണ് KHൻ്റെ വാല്യൂ മാറുന്നത്. ടേബിൾ 2.2 നോക്കാമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവും. 2.2 നോക്കിയേ, കണ്ടോ, ഹീലിയം 293 അതിൻ്റെ KH വാല്യൂ 144 പക്ഷേ ഹൈഡ്രജൻ വന്നപ്പോൾ അതിൻ്റെ KH വാല്യൂ 69 ആയി. അതുപോലെ തന്നെയാണ് നൈട്രജൻ്റെ 293 തന്നെ നൈട്രജൻ്റെ വാല്യൂ നോക്കൂ, സെയിം ടെമ്പറേച്ചറിൽ തന്നെ KHൻ്റെ വാല്യൂ മാറുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായ, KHൻ്റെ വാല്യൂ എന്തിൻ്റെ ഫംഗ്ഷനല്ല, എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, അതിൻ്റെ ഗ്യാസിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് ഈസ് ഒബ്വിയസ് ഫ്രം ഇക്വേഷൻ 2.11. അതെന്താ, പാർഷ്യൽ പ്രഷർ ഈസ് ഈക്വൽ ടു KH ഇൻറ്റു കൈ, ഇതാണ് ആ ഇക്വേഷൻ. അപ്പം ഈ ഇക്വേഷൻ പ്രകാരം നോക്കാമെങ്കിൽ അറിയാം, അറ്റ് എ ഗിവൺ പ്രഷർ, ഒരു ഗിവൺ പ്രഷറിൽ ദ ലോവർ ഇസ് എ സോളിബിലിറ്റി, ഹയർ ദി വാല്യൂ ഓഫ് KHൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും, സോളിബിലിറ്റി കുറയും. അതായത് നമുക്കറിയാം KHും മോൾ ഫ്രാക്ഷനെ സോളിബിലിറ്റി ആയിട്ടാണ് പറയുന്നത്. അപ്പം KH കൂടി ഒബ്വിയസ് ആയിട്ട് എന്ത് ചെയ്യും, കൈയുടെ വാല്യൂ അല്ലെങ്കിൽ സോളിബിലിറ്റി കുറയുമെന്ന് ഓർത്തിരിക്കുക. ഇറ്റ് ക്യാൻ ബി സീൻ ഫ്രം ടേബിൾ 2.2 ദാറ്റ് KH values for both nitrogen and oxygen increases with increase of temperature, indicating that solubility of gases with the increase with the decrease of temperature. അതായത് എന്താ, ടെമ്പറേച്ചർ കൂടിയപ്പം നൈട്രജൻ്റെയും ഓക്സിജൻ്റെയും നോക്ക് 293 303 ആയപ്പോഴത്തേക്ക് 76 കടന്ന KHൻ്റെ വാല്യൂ 88 ആയി. ഓക്സിജൻ്റെ 293 34 ആയിരുന്നു KHൻ്റെ വാല്യൂ. ടെമ്പറേച്ചർ 303, ടെമ്പറേച്ചർ കൂടിയപ്പോഴത്തേന് 46 ആയി. അപ്പം എന്താ, ടെമ്പറേച്ചർ കൂടിയപ്പം എന്തും കൂടി, KH കൂടി. അപ്പം KH കൂടിയാൽ എന്താ കുറയുന്നത്, സോളിബിലിറ്റി കുറയും. മനസ്സിലായോ, ആര് റിലേഷൻ മനസ്സിലായോ? ടെമ്പറേച്ചർ കൂടുമ്പം എന്ത് ചെയ്യും, KH കൂടും. KH കൂടുമ്പം സോളിബിലിറ്റി കുറയും. It is due to this reason that aquatic species are more comfortable in cold water rather than in warm water. അപ്പോൾ മനസ്സിലായ എന്തുകൊണ്ടാണ് അക്വാട്ടിക് സ്പീഷീസ് അല്ലെങ്കിൽ വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളൊക്കെ എന്താ കോൾഡ് വാട്ടറിലാണ് കൂടുതൽ കംഫർട്ടബിൾ. കാരണം എന്താ, വാം വാട്ടറിനേക്കാളും. കാരണം ചൂട് കൂടുമ്പോഴത്തേക്കും KH കൂടും. KH കൂടിയാൽ വെള്ളത്തിൽ ഗ്യാസ് ഡിസോൾവ് ചെയ്യേണ്ട എമൗണ്ട് കുറയും. അപ്പം തണുപ്പായിട്ടിരിക്കുകയാണെങ്കിൽ എന്ത് കൂടും, KHൻ്റെ വാല്യൂ കുറയും. KH കുറഞ്ഞാൽ സോളിബിലിറ്റി കൂടും. അപ്പോൾ ഇത്രയും പോർഷൻസാണ് നമ്മൾ ഇന്ന് നോക്കിയത്. പ്രഷറാണ് മെയിനായിട്ട് പറഞ്ഞത്. പിന്നെ ടെമ്പറേച്ചറും KHും തമ്മിലുള്ള ഒരു റിലേഷനും പറഞ്ഞു. ഇത് ടെമ്പറേച്ചർ എങ്ങനെ ഒരു സൊല്യൂഷനെ അഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളത്, നമ്മൾ ഗ്യാഷ്യസ് സൊല്യൂഷനെ അഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് നമ്മളിവിടെ പറയുന്നില്ല. പക്ഷേ ഈ ഒരു പ്രഷറിൻ്റെ കാര്യം ഓർക്കുക. പിന്നെ ഹെൻറീസ് ലോ എന്താണെന്ന് ഓർക്കുക. ഹെൻറീസ് ലോയിൽ വരുന്നതാണ് ഹെൻറീസ് കോൺസ്റ്റൻറ്റും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ ഓർക്കുക. അതെങ്ങനെ സോളിബിലിറ്റി അഫക്റ്റ് ചെയ്യുന്ന ഓർക്കുക. ഇത്രയും പോർഷനിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ബാക്കി പോർഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക്